നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കണ്ണൂർ, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാവില്ല. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും പ്രളയഭീതിയിൽ തമിഴ്നാട്. ശക്തമായ മഴ തുടരുന്നു. നിലവിൽ കാറ്റ് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നു. വൈകാതെ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. ഫിഞ്ചാലിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്രയുടെ തെക്കൻ തീരത്തും കേരളത്തിലും അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശം. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ. കൂറ്റൻ പാറ വീടുകൾക്ക് മുകളിലേക്ക് വീണു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ശബരിമലയിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടക പ്രവാഹം. ഇന്ന് രാവിലെ 6 മണിവരെ 22,637 പേരാണ് സന്നിധാനത്തെത്തിയത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. സന്നിധാനത്ത് ശനിയാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്നുണ്ട്. മഴ കാരണം പരമ്പരാഗത കാനനപാത അടച്ചു. പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ പ്രതികളായ CPM നേതാവ് PR അരവിന്ദാക്ഷൻ, ബാങ്ക് മുൻ അക്കൌണ്ടന്റ് CK ജിൽസ് എന്നിവരുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇരുവരുടെയും ഹർജിയിൽ ജസ്റ്റിസ് CS ഡയസ് ആണ് വാദം പൂർത്തിയാക്കി വിധി പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന കേസിൽ അറസ്റ്റിലായ ഇരുവരും 1 വർഷത്തിലേറെയായി റിമാൻഡിലാണ്. പാലക്കാട് കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപം സ്കൂട്ടറുകളും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കല്ലടിക്കോട് 3 ഏക്കർ സ്വദേശി രമ്യയാണ് മരിച്ചത്. ഇവരുടെ മകൻ ജെറിൻ, ഓട്ടോ ഡ്രൈവർ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 4 കോടിയിലേറെ രൂപ തട്ടിയെടുത്തവർ പണം കൈമാറ്റം ചെയ്തത് 450ഓളം അക്കൌണ്ടുകളിലൂടെ. തട്ടിയെടുത്ത പണത്തിലെ 1 കോടിയോളം രൂപ വിവിധ അക്കൌണ്ടുകളിലായി പോലീസ് മരവിപ്പിച്ചു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കൊച്ചി സൈബർ പോലീസ്. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. BJP കൈക്കൊള്ളുന്ന തീരുമാനത്തിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിനടക്കം അവകാശവാദം ഏക്നാഥ് ഷിൻഡെ അവസാനിപ്പിച്ചിട്ടില്ല. പാർലമെന്റിൽ തുടർച്ചയായ സ്തംഭനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. ശരത് പവാർ NCPക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ആശങ്ക രേഖപ്പെടുത്തി ഇടതു പാർട്ടികളും രംഗത്തെത്തി. ഇന്ന് ചേരുന്ന സഖ്യ നേതാക്കളുടെ യോഗത്തിൽ തുടർ നടപടികളിൽ തീരുമാനമാകും. സംഭലിലെ മസ്ജിദിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള 3ാമത്തെ പള്ളിയിലും അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ സംഘടനകൾ. ഉത്തർപ്രദേശ് ബദായുനിയിലെ ഷംസി ഷാഹി മസ്ജിദിനെതിരെയാണ് സംഘടനയുടെ അവകാശവാദം. കേസ് ഡിസംബർ 5-ന് വീണ്ടും കോടതി പരിഗണിക്കും. വിദ്യാർത്ഥി സമരങ്ങളും പ്രതിഷേധങ്ങളും വിലക്കി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ. അധികൃതരിൽ നിന്ന് അനുമതി നേടാതെ സമരങ്ങളോ പ്രതിഷേധങ്ങളോ നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിൽ. മകളെ പ്രഷർ കുക്കർ കൊണ്ട് തലയ്ക്കടിച്ച് പിതാവ് കൊന്നു. ഗുജറാത്തിലെ സൂറത്തിലാണ് സംഭവം. മുകേഷ് പർമറാണ് മകൾ ഹെദാലിയെ കൊലപ്പെടുത്തിയത്. വീട്ടുജോലികൾ ചെയ്യാതെ മൊബൈൽ നോക്കിയിരുന്നതിൽ പ്രകോപിതനായാണ് കുക്കർ എടുത്ത് തലയ്ക്കടിച്ചത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിലെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ച ഡോക്ടർ അറസ്റ്റിൽ. കോയമ്പത്തൂരിലാണ് സംഭവം. ഡോക്ടർ വെങ്കിടേഷാണ് അറസ്റ്റിലായത്. ഒളിക്യാമറയും മെമ്മറി കാർഡും കണ്ടെടുത്തു. വനിതാ ഡോക്ടർ ക്യാമറ കണ്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു.
കന്നഡ നടി ശോഭിത ശിവണ്ണയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് ഹൈദരാബാദിലെ വസതിയിൽ. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം. ഹൈദരാബാദ് പോലീസ് അന്വേഷണം തുടങ്ങി. ഉത്തർപ്രദേശിൽ 8 വയസ്സുകാരി വെടിയേറ്റ് മരിച്ചു. മീററ്റിലെ കാലിന്ദി ഗ്രാമത്തിലാണ് സംഭവം. സഹോദരനെയാണ് അക്രമി സംഘം ലക്ഷ്യമിട്ടത്. ലക്ഷ്യം തെറ്റി സഹോദരി ആഫിയുടെ മേൽ വെടിയേൽക്കുകയായിരുന്നു. നെഞ്ചിൽ ബുള്ളറ്റ് തെറിച്ച കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അന്താരാഷ്ട്ര വാർത്തകൾ. സൗദിയിലെ ദമാമിൽ പാചകവാതകം ചോർന്ന് തീപിടിച്ച് മലയാളി മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അസീസ് സുബൈർകുട്ടിയാണ് മരിച്ചത്. താമസ സ്ഥലത്താണ് അപകടമുണ്ടായത്. രാവിലെ ഉറക്കമുണർന്ന് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വലിയ പൊട്ടിത്തെറിയോടെ തീ പടരുകയായിരുന്നു. സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തി ഇസ്രായേൽ. ഗാസയിൽ പലസ്തീനികൾക്ക് ഭക്ഷണം നൽകുന്ന ചാരിറ്റി സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചന്റെ 3 ജീവനക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സഹായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടർന്ന് ലിവർപൂൾ FC. ഇന്നലെ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തു. ലിവർപൂളിന്റെ ഹോം ഗ്രൌണ്ടായ ആൻഫീൽഡിലായിരുന്നു മത്സരം. പ്രാദേശികം. പുനലൂർ നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ കാണാനില്ലെന്ന് പരാതി. നഗരസഭയിലെ കൌൺസിലർ തന്റെ പക്കൽ നിന്നും ആസ്തി രജിസ്റ്റർ നഷ്ടമായതായി കാണിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകി. ചെയർപേഴ്സന്റെ മുറിയിൽ വെച്ചിരുന്ന രജിസ്റ്ററാണ് കാണാതായത്. കലോത്സവത്തിന് എത്തുന്നവർക്ക് ക്ഷീണമകറ്റാൻ പോലീസ് സംഘടനയും കൈകോർത്തു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണങ്ങൾ നൽകി പോലീസ് പവലിയൻ. 5 ദിവസവും സൌജന്യമായി ലഘുഭക്ഷണങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസമായി. താമരശ്ശേരിയിൽ KSRTC ബസ്സിൽ രാത്രി യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ആവശ്യപ്പെട്ട ബസ് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന് പരാതി. പഴയ ബസ് സ്റ്റാൻഡിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇറക്കിയത് KSRTC ഡിപ്പോയ്ക്ക് സമീപമാണെന്ന് പരാതി. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്നു വിദ്യാർത്ഥി. 8:30 താമരശ്ശേരിയിൽ എത്തേണ്ട ബസ് 10 മണിക്കാണ് എത്തിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച പുനലൂർ നഗരസഭാ ശ്മശാനം വീണ്ടും പ്രവർത്തനരഹിതമായി. നവീകരണ പ്രവർത്തനങ്ങൾ നടന്ന് 1 വർഷം ആയപ്പോഴേക്കും ആണ് ശ്മശാനം വീണ്ടും തകരാറിലായത്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വീട്ടിൽ മോഷണത്തിനെത്തിയ സംഘത്തെ ഗൾഫിലിരുന്ന് കണ്ട് പ്രവാസി. ആദവനാട്ടെ പ്രവാസി വ്യവസായി മാട്ടുമൽ അബ്ദുറഹീമിന്റെ വീട്ടിലാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കവർച്ചാശ്രമം നടത്തിയത്. വീട്ടിൽ കയറാൻ കഴിയാതെ വന്നതോടെ തസ്കര സംഘം CCTV ക്യാമറകൾ തകർത്ത് മടങ്ങി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.